തനിനിറം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യം ജയിലിനെ വേദിയാക്കി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ ആർ സുഗതൻ. മേയർ വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ശ്രീനാരായണപുരം പൊരി ബസാറിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. കണ്ണൂർ കണ്ണാടിപ്പറമ്പിൽ കടകൾ കുത്തിത്തുറന്ന് മോഷണം. ജുവനൈൽ ഹോമിൽ നിന്ന് രക്ഷപ്പെട്ട 17-കാരനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. ലഹരിയെ തുടച്ചു നീക്കാനുള്ള UDF സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് വൻ മുന്നേറ്റം. ചെറുതുരുത്തിയിൽ കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിൽ. വാർത്തകൾ വിശദമായി. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യം ജയിലിനെ വേദിയാക്കി വീണ്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്ത് ആർ സുഗതൻ. മേയർ വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഈശ്വരനാമത്തിലായിരുന്നു സുഗതന്റെ സത്യപ്രതിജ്ഞ. കേരള ചരിത്രത്തിലാദ്യം ജയിലിനെ വേദിയാക്കി വീണ്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്ത ആർ സുഗതൻ. മേയർ വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഈശ്വരനാമത്തിലായിരുന്നു സുഗതന്റെ സത്യപ്രതിജ്ഞ. തിരുവനന്തപുരം മേയർക്ക് പുറമെ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ, സുഗതന്റെ അടുത്ത ബന്ധുക്കൾ എന്നിവരും ജയിലിലെത്തിയിരുന്നു. വിയൂർ ജയിലിലെ ലൈബ്രറി ഹാളിൽ വെച്ചായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. 5 വർഷത്തേക്ക് വളരെ ഭംഗിയായി ഭരിച്ച് മുന്നോട്ടു പോകുമെന്നും അതിനുശേഷമുള്ള കാര്യങ്ങൾ പിന്നീട് പറയാമെന്നും മേയർ വി രാജേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സുഗതൻ മുൻപ് ചെയ്ത സത്യപ്രതിജ്ഞ കോടതി അസാധുവാക്കിയതിനാലാണ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നത്. കോർപ്പറേഷനിൽ 20 കൗൺസിലർമാർ ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നു. ദൈവങ്ങളുടെയും ബലിദാനികളുടെയും ഭാരതാംബയുടെയും നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതാണ് അസാധുവാക്കാൻ കാരണമായത്. തുടർന്ന് സുഗതൻ ഒഴികെയുള്ള കൗൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. എന്നാൽ കാപ്പ കേസിൽ ജയിലിലായതോടെയാണ് സുഗതന് വിയ്യൂരിൽ നിന്നും പുനഃസത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നത്. കാപ്പ കേസിൽ പ്രതിയാക്കപ്പെട്ടതിനെ തുടർന്ന് വട്ടിയൂർക്കാവ് പോലീസ് ജൂൺ 9-നാണ് വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതനെ അറസ്റ്റ് ചെയ്തത്. ജാമ്യം തേടിയെങ്കിലും കാപ്പ ഉപദേശക സമിതി തള്ളുകയായിരുന്നു. തുടർന്ന് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് സുഗതന് അനുകൂല ഉത്തരവുണ്ടായത്. അതേസമയം തടവിൽ ഇളവ് നൽകാൻ കഴിയില്ലെന്ന കാപ്പ ഉപദേശക സമിതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സത്യപ്രതിജ്ഞ നടത്തിയ ശേഷമുള്ള 6 മാസം നടത്തുന്ന കൗൺസിൽ യോഗങ്ങളിൽ സുഗതന് പങ്കെടുക്കാൻ കഴിയുമോ എന്ന് ആശങ്കയുണ്ട്. 6 മാസത്തേക്ക് അവധി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മേയർക്ക് സുഗതൻ കത്ത് നൽകിയിട്ടുണ്ട്. തക്കതായ കാരണമുണ്ടെങ്കിൽ മേയർക്ക് അവധി അനുവദിക്കാമെന്ന കേരള മുനിസിപ്പൽ നിയമത്തിൽ വ്യവസ്ഥയുണ്ടെന്നും അതിനാൽ സുഗതന്റെ അപേക്ഷ നിയമോപദേശത്തിനായി വിട്ടിരിക്കുകയാണെന്നാണ് കോർപ്പറേഷൻ അധികൃതർ നൽകുന്ന വിവരങ്ങൾ. ദേശീയപാത ശ്രീനാരായണപുരം പൊരി ബസാറിൽ ഇന്നോവ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് ദാരുണാന്ത്യം. 5-ാം പരുത്തി പനങ്ങാട് സ്വദേശി കാട്ടുപറമ്പിൽ കബീറാണ് മരിച്ചത്. ശ്രീനാരായണപുരത്ത് പൊരി ബസാറിൽ ഇന്നോവ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് ദാരുണാന്ത്യം. 5-ാം പരുത്തി പനങ്ങാട് സ്വദേശി കാട്ടുപറമ്പിൽ വീട്ടിൽ കബീറാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന മകൻ റംസാന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇന്നു രാവിലെ 9:30-യോടെയായിരുന്നു അപകടം സംഭവിച്ചത്. എറണാകുളം ഭാഗത്തു നിന്നും വന്നിരുന്ന കാറും എതിരെ വന്ന സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത്. കാറിനും റോഡിലെ ഡിവൈഡറിനും ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞമർന്ന നിലയിലായിരുന്നു സ്കൂട്ടർ. പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കബീർ മരണമടയുകയായിരുന്നു. മതിലകം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കണ്ണൂർ കണ്ണാടിപ്പറമ്പിൽ ഒരേ രാത്രിയിൽ 4 കടകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയ 17-കാരനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. തലശ്ശേരി ജുവനൈൽ ഹോമിൽ നിന്ന് രക്ഷപ്പെട്ടതിന് പിന്നാലെയാണ് 17-കാരൻ മോഷണ പരമ്പര നടത്തിയത്. കണ്ണൂർ കണ്ണാടിപ്പറമ്പിൽ ഒരേ രാത്രിയിൽ 4 കടകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയ 17-കാരനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. തലശ്ശേരി ജുവനൈൽ ഹോമിൽ നിന്ന് രക്ഷപ്പെട്ടതിന് പിന്നാലെയാണ് 17-കാരൻ മോഷണ പരമ്പര നടത്തിയത്. കണ്ണാടിപ്പറമ്പിലെ വ്യാപാര സ്ഥാപനങ്ങളിലായിരുന്നു കവർച്ച. കടകളുടെ ചുമർ കുത്തിത്തുറന്നാണ് അകത്ത് കടന്നിട്ടുള്ളത്. പണവും മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളും കവർച്ച ചെയ്യാനായിരുന്നു ശ്രമം. പുലർച്ചെയോടെ നാട്ടുകാർക്ക് സംശയം തോന്നി പരിശോധന നടത്തിയതോടെയാണ് പ്രതി പിടിയിലായത്. പിടിയിലായ 17-കാരൻ അടുത്തിടെയാണ് തലശ്ശേരി ജുവനൈൽ ഹോമിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ആൺകുട്ടിക്കെതിരെ തലശ്ശേരി മേഖലയിൽ നേരത്തെയും മോഷണ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് 17-കാരനെ കസ്റ്റഡിയിലെടുത്തു. ഇയാൾ ഒറ്റയ്ക്കാണോ മോഷണം നടത്തിയതെന്നും മറ്റ് മോഷണ സംഭവങ്ങളുമായി 17-കാരന് ബന്ധമുണ്ടോയെന്നും പരിശോധിച്ചു വരികയാണ്. സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളും ശേഖരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ലഹരിയെ തുടച്ചു നീക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി. ചെറുതുരുത്തി പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന മിന്നൽ പരിശോധനയിൽ കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിലായി.
ലഹരിയെ തുടച്ചു നീക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വിജയകരമായി മുന്നേറുന്നു. ചെറുതുരുത്തി പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന മിന്നൽ പരിശോധനയിൽ കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിലായി. പാലക്കാട് ജില്ലയിലെ ചാത്തമംഗലം നെന്മാർ സ്വദേശികളായ 25-കാരൻ എബ്രഹാം, 27 വയസ്സുള്ള ജിഷ്ണു എന്നിവരെയാണ് ചെറുതുരുത്തി ഹൈസ്കൂൾ പരിസരം, കൊച്ചിൻ പാലം എന്നിവിടങ്ങളിൽ നിന്നായി പിടികൂടിയത്. ചെറുതുരുത്തി CI രാജേന്ദ്രൻ നായരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ വലയിലാക്കിയത്. എൽ ക്ലാസിക്കോ കാൽപന്ത് ലോകം കാത്തിരുന്ന ആ മഹായുദ്ധം ഇതാ വന്നെത്തിക്കഴിഞ്ഞു. കാണാം വിശേഷങ്ങളുമായി തനിനിറം ന്യൂസ് ഗോൾ ഗാർഡൻ. എൽ ക്ലാസിക്കോ, അതെ, കാൽപന്ത് ലോകം കാത്തിരുന്ന ആ മഹായുദ്ധം ഇതാ വന്നെത്തിക്കഴിഞ്ഞു. ഒരു വശത്ത് ലോക 1-ാം നമ്പർ ടീമായ ഫ്രാൻസ്, മറുപുറത്ത് യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിൻ. 2026 ലോകകപ്പിന്റെ ഫൈനലിലേക്കുള്ള കവാടം തുറക്കാൻ ഈ 2 വൻ ശക്തികൾ നേർക്കുനേർ വരുമ്പോൾ ഇത് വെറുമൊരു സെമി ഫൈനലല്ല, ഇത് ഫൈനലിന് മുൻപുള്ള യഥാർത്ഥ ഫൈനലാണ്. കിലിയൻ എംബാപ്പയുടെ ഇരച്ചുകയറുന്ന വേഗതയും ലാമിൻ യമാലിന്റെ മാന്ത്രികതയും തമ്മിലുള്ള അതിഗംഭീരമായ പോരാട്ടം. ചരിത്രത്തിന്റെ വക്കിലാണ് ഫ്രാൻസ്. വെസ്റ്റ് ജർമ്മനിക്ക് ശേഷം ലോകകപ്പിൽ തുടർച്ചയായി 3 ഫൈനലുകൾ കളിക്കുന്ന 2ാമത്തെ യൂറോപ്യൻ രാജ്യമാകാൻ ദിദിയർ ഷഡാമ്പിന്റെ പടയ്ക്ക് ഇനി ഒരൊറ്റ ജയം മതി. 5 മത്സരങ്ങളിൽ നിന്ന് 8 ഗോളുകളുമായി ഗോൾഡൻ ബൂട്ട് റേസിൽ 1ാമത് നിൽക്കുന്ന കിലിയൻ എംബാപ്പെ 3 ലോകകപ്പുകളിലായി 20 ഗോളുകൾ അടിച്ചുകൂട്ടി തുടർച്ചയായ ചരിത്രം പുനർനിർവചിക്കുകയാണ് ഈ നായകൻ. കൂട്ടിന് 5 ഗോളുകളുമായി ഡെംബെലയും 5 അസിസ്റ്റുകളുമായി മൈക്കൽ ഒലീസയും കൂടുമ്പോൾ ഫ്രഞ്ച് ആക്രമണം തടയുക അസാധ്യം. ഉപമെക്കാനോയുടെയും സലിബയുടെയും പരിക്കുകൾ മാത്രമാണ് ഫ്രാൻസിന് നേരിയ ആശങ്ക നൽകുന്നത്. എന്നാൽ ഫ്രാൻസ് ആക്രമിക്കുമ്പോൾ സ്പെയിൻ മറുപടി നൽകുന്നത് കളിയിലെ അച്ചടക്കവും നിയന്ത്രണവും കൊണ്ടാണ്. ഈ ടൂർണമെന്റിൽ ഇതുവരെ വെറും ഒരേ ഗോൾ മാത്രം വഴങ്ങിയ കരിമ്പാറ പോലത്തെ പ്രതിരോധമാണ് സ്പെയിനിൻ്റേത്. റോഡ്രിയും പെഡ്രിയും ഡാനി ഓൾമോയും ഭരിക്കുന്ന മധ്യനിര ഏത് വമ്പന്മാരുടെയും താളം തെറ്റിക്കും. പോരാത്തതിന് സ്പെയിൻ കോച്ച് ലൂയിസ് ഡി ലാഫുവെന്റെ ഫ്രാൻസിന് കൃത്യമായ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. യൂറോ 2024 സെമിയിലും 2025 നാഷൻസ് ലീഗ് സെമിയിലും ഫ്രാൻസിന്റെ നെഞ്ചി പിളർന്ന ചരിത്രം സ്പെയിനുണ്ട്. നേർക്കുനേർ വന്ന 38 മത്സരങ്ങളിൽ 18ലും ജയം സ്പെയിനിനൊപ്പമാണ് എന്നതും ഫ്രഞ്ച് പടയ്ക്ക് കനത്ത സമ്മർദ്ദമുണ്ടാക്കും. കണക്കിലെ കളിയിൽ ഒപ്റ്റ സൂപ്പർ കമ്പ്യൂട്ടർ പറയുന്നത് നിശ്ചിത സമയത്ത് ഫ്രാൻസ് ജയിക്കാൻ 42.1% സാധ്യതയുണ്ടെന്നാണ്. സ്പെയിനിന് 31.8%. കളി അധിക സമയത്തേക്ക് നീളാൻ 26.1% സാധ്യതയുമുണ്ട്. ഈ കനൽ പാറുന്ന പോരാട്ടത്തിൽ ജയിക്കുന്നവർ നേരെ പോകുന്നത് ന്യൂജേഴ്സിയിൽ നടക്കുന്ന ആ മഹാ ഫൈനലിലേക്കാണ്. അവിടെ കാത്തിരിക്കുന്നത് ഇംഗ്ലണ്ട് അർജന്റീന മത്സരത്തിലെ വിജയികളായിരിക്കും. എംബാപ്പയുടെ ഇരച്ചുകയറുന്ന വേഗതയും ഗോൾവേട്ടയും ഒരു വശത്ത്, ലാമിൻ യമാലിന്റെ കൗമാരവീര്യവും സ്പാനിഷ് ടിക്കി ടാക്കയുടെ കൃത്യതയും മറുവശത്ത്. ലോകകപ്പിന്റെ ചരിത്രത്താളം തിരുത്തിക്കുറിക്കാൻ പോകുന്ന ഈ മാന്ത്രിക പോരാട്ടത്തിന്റെ തത്സമയ അപ്ഡേറ്റുകളുമായി ഞങ്ങളും തൊട്ടുപുറകെയുണ്ടാകും. വേൾഡ് കപ്പ് ഡെസ്ക് തനിനിറം. തുടർന്നും വിശദമായ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിറമെഴുതിയ സുദിനം, പ്രിയകരമതിമൃദുലം, ശുഭകരം മനഹിതം, അണിയുക കനകം, ചിരി പകരണ നിമിഷം, നിറയണ നറുഹൃദയം, ശുഭകരം മനഹിതം, അണിയുക കനകം. താരമുകിൽ പൂവുകളിൽ പകരുന്ന മധുഗണം, സ്നേഹമുഖം ചേരുമുടൽ, പൊന്നായി മിന്നുന്നു നിന്മനം. സ്വർണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.